ആദ്യം ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ പെൺകുട്ടിക്ക് കൊട്ടാരക്കര കൊല്ലം KSRTC ബസ്സിലുണ്ടായ ഒരു ദുരനുഭവം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ കുട്ടി പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ട് ഇതിൽ ആ കുട്ടിയുടെ അടുത്ത് വന്നിരുന്ന് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ മുട്ടിയൊരുമി വന്നിരുന്നു എന്നുള്ളത് എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. ഇനി ഈ പെൺകുട്ടി പറയുന്ന രീതിയിൽ ആൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായെന്ന് തന്നെ ഇരിക്കട്ടെ, ആൾക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പുറത്ത് ഇത്രയും സീറ്റ് കിടക്കുന്നുണ്ട്, ചേട്ടൻ അങ്ങോട്ട് മാറിയിരിക്കുക, എനിക്ക് കംഫർട്ടബിൾ അല്ല, ചേട്ടൻ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് പറയാം. അല്ലെങ്കിൽ ആള് മാറിയിരിക്കുന്നില്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് തന്നെ അപ്പുറത്തേക്ക് മാറിയിരിക്കുക. ഇത് രണ്ടും ഈ കുട്ടി ചെയ്യുന്നില്ല. ആൾ അടുത്തിരുന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണു എന്നാണ് ആള് പറയുന്നത്. അതിന്റെ ആവശ്യം എന്തിരിക്കണു? നമ്മൾ എന്തിന് ഇയാളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ട യാതൊരു കാര്യം ആ പെൺകുട്ടിക്ക് ഇല്ല. ഇങ്ങനെ വീഡിയോ എടുത്ത സ്മാർട്ടായ ഒരു പെൺകുട്ടിക്ക് എന്തായാലും ഈ ഒരു ആക്ടിനെ റിയാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവും അല്ലേ? പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ഈ കുട്ടി ഈ ഒരു ആക്ടിനെ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, വീഡിയോ റീച്ച് കിട്ടാനും പോപ്പുലർ ആവാനും വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കരുത്. പെൺകുട്ടികളെ പോലെ തന്നെയാണ് ആൺകുട്ടികൾക്കും. അവർക്കും മാനവും അഭിമാനവും ഒക്കെ ഉള്ളത് തന്നെയാണ്. അവർക്കും കുടുംബം കുട്ടികളൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കരുത്. ആ കുട്ടിക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കി ആ വീഡിയോ റിമൂവ് ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.